بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. خلاصة الفقه الإسلامي രണ്ടാം വാള്യം. അത്തദാവി ചികിത്സിക്കൽ, അസ്വിഹത്തു ആരോഗ്യവും, വൽ മറളു രോഗവും, മിൻ ഖളാഇല്ലാഹി തആല അല്ലാഹുവിന്റെ നിശ്ചയത്തിൽപ്പെട്ടതാണ്. ഫയംബഗി അതിനാൽ അത്യാവശ്യമാണ്, അശ്ശുക്രു ഒരു അടിമ നന്ദി ചെയ്യൽ, അലൽ അവ്വലി ആരോഗ്യത്തിന്റെ മേൽ, വസ്വബറു ക്ഷമിക്കലും നിർബന്ധമാണ്, അലസാനി രോഗം തന്നതിന്റെ മേൽ. വലാക്കിൻ പക്ഷേ, യുസന്നു തദാവി രോഗം വന്നാൽ ചികിത്സിക്കൽ സുന്നത്താക്കപ്പെടും. ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവൗ നിങ്ങൾ ചികിത്സ നടത്തുക. ഫഇന്നല്ലാഹ തആല നിശ്ചയം അല്ലാഹു തആല ലം യളഅ ദാഅൻ ഒരു രോഗത്തെയും അവൻ വെച്ചിട്ടില്ല, ഇല്ലാ വളഅലഹു ദവാഅൻ ആ രോഗത്തിന് മരുന്ന് നിശ്ചയിച്ചിട്ടല്ലാതെ, ഇല്ലൽ ഹറമ വാർദ്ധക്യമൊഴിച്ച്. റവാഹു തിർമിദിയു വഗൈറുഹും ഇമാം തുർമുദിയും റഹിമഹുല്ലാഹ് അല്ലാത്തവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വയജൂസു ജായിസാകും അൽ ഇഅ്തിമാദു അവലംബിക്കൽ, അലാ തിബ്ബിൽ കാഫിരി അവിശ്വാസിയുടെ ചികിത്സയുടെ മേൽ അവലംബിക്കൽ ജായിസാണ്. വസ്ഫിഹി അവിശ്വാസിയായ വ്യക്തി രോഗിക്ക് ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതിന്റെ മേലും അവലംബിക്കൽ ജായിസാകും. വത്തദാവി ബി നജസിൻ ഗൈരി ഖംറിൻ കള്ള് അല്ലാത്ത നജസ് കൊണ്ട് ചികിത്സിക്കലും ജായിസാണ്. വബി ഖംറിൻ കള്ള് കൊണ്ട് തന്നെ ചികിത്സിക്കൽ ജായിസാണ്. എങ്ങനെയുള്ള കള്ള്? മുസ്തഹ്ലക്കത്തിൻ അത് ലയിച്ചു ചേർന്നതാണ്, മഅ ദവാഇൻ ആഖറ മറ്റു മരുന്നിനോടൊപ്പം. തനിച്ച കള്ളല്ല, കള്ള് കൂട്ടിച്ചേർത്തതാണ്. അതിന്റെ കണ്ടൻസിൽ കള്ളുണ്ട്, എന്നാൽ ജായിസാണ്. അതെപ്പോഴാണ് ഈ കള്ളും അതുപോലെ നജസും ചികിത്സക്ക് പറ്റുന്നത്? ഇൻ തഅയ്യന കുല്ലും മിൻഹുമാ മേൽ പറയപ്പെട്ട ഓരോന്നും നിർണയമാണെങ്കിൽ, ദവാഅൻ നാഫിഅൻ ഉപകാരപ്രദമായ മരുന്നിന് അതേ വഴിയുള്ളൂ എങ്കിൽ. അതെങ്ങനെ അത് നിർണയമാവല്? ബി മഅരിഫത്തിഹി ഒന്നുകിൽ ഈ രോഗിയുടെ നേരിട്ടുള്ള പരിചയം കൊണ്ട്, ഔ ബി ഇഖ്ബാരി ത്വബീബിൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കൽ കൊണ്ട്. എങ്ങനെയുള്ള ഡോക്ടർ? ആദിലിൻ നീതിമാനായ ഡോക്ടർ. ആ ചികിത്സ നടത്തുന്നത് പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടിയിട്ടാണ്. എന്നാലും പെട്ടെന്ന് ശിഫയാകാൻ വേണ്ടിയിട്ടാണ് ഈ നജസ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് നജസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ വളരെ വൈകിട്ടേ ശിഫയാകുള്ളൂ. എന്നാലും ശരി. വക്കദ ഇപ്രകാരം തന്നെ ഖത്ഉ നഹ്വി യദിഹി അൽ മുതഅക്കിലത്തി അർബുദം ബാധിച്ച അവന്റെ കൈ പോലെയുള്ള അവയവത്തെ മുറിച്ചു കളയലും ജായിസാണ്. വ ഇസാലത്തു അഖ്ലിഹി അവന്റെ ബോധം നഷ്ടപ്പെടുത്താം, ബുദ്ധി നീക്കാം, ലിദാലിക ഇതിനു വേണ്ടി. അനസ്തേഷ്യ ബി ഗൈരി മുസ്കിരിൻ മാഇഇൻ പക്ഷേ ദ്രാവക രൂപത്തിലുള്ള ലഹരിയുണ്ടാക്കുന്നത് അല്ലാത്ത കാര്യം കൊണ്ടാണ് ബുദ്ധിയെ നീക്കൽ ജായിസാകുകയുള്ളൂ. ഹഖ്നുദ്ദമി രക്തം കുത്തിവെക്കൽ. അദ്ദമു നജസുൻ രക്തം നജസാകുന്നു. ഫയഹറുമു തനാവുലുഹു
അക്കാരണത്താൽ അത് ഉപയോഗിക്കൽ ഹറാമാണ്. ലാക്കിൻ പക്ഷേ യജൂസു തദാവി ബിഹി, രക്തം കൊണ്ട് ചികിത്സ നടത്തൽ ജായിസാകും. ഇൻദൽ ലറൂറത്തി, അനിവാര്യഘട്ടത്തിൽ. കമാ യജൂസു ഷുർബുഹു, രക്തം കുടിക്കൽ ജായിസാകുന്നത് പോലെ തന്നെ ഇൻദഹ, അനിവാര്യഘട്ടത്തിൽ. ഫറുബ്ബമ യൽത്തറുൽ ഇൻസാനു, ചിലപ്പോൾ ഒരു മനുഷ്യൻ നിർബന്ധിതനാകും. ഇലദ്ദമി, രക്തത്തിലേക്ക് നിർബന്ധിതനാകും. കമാ യുൽത്തറു ഇല ത്വആമി വശറാബി, അന്നപാനീയങ്ങളിലേക്ക് അവൻ അനിവാര്യത നേടുന്നത് പോലെ ചിലപ്പോൾ രക്തവും അനിവാര്യമായി വരും. വഹുവ, രക്തം ജുസ്ഉൻ ഹാമുൻ, ഒരു മുഖ്യമായ ഘടകമാണ്. ലാ യഈഷു ബിദൂനിഹി, അതില്ലാതെ ജീവിക്കുകയില്ല. ഹയവാനുൻ, ഒറ്റ ജീവിയും ജീവിക്കുകയില്ല. അതിനാൽ ഫയഹ്റുമു അഖ്ദു ശൈഇൻ മിൻഹു, രക്തത്തിൽ നിന്ന് വല്ലതും എടുക്കൽ ഹറാമാണ്. ബിലാ ലറൂറത്തിൻ, ഗത്യന്തരമില്ലാതെ, രക്തം അത്യാവശ്യമില്ലാതെ എടുക്കൽ ഹറാമാണ്. ഫഇദൽ തുറ ലി അഖ്ദിഹി, എടുക്കലിലേക്ക് അവൻ നിർബന്ധിതനായാൽ ജാസ, അത് ജായിസാണ്, അങ്ങനെ എടുക്കൽ ജായിസാണ്. ബി ഖദിരിൻ, ഒരു ഖദർ കണ്ട്. ലാ യളുറു ബി സ്വാഹിബിഹി, ആരുടേതാണോ ആ രക്തം അയാൾക്ക് അത് പ്രയാസമുണ്ടാക്കുകയില്ല. അങ്ങനെയുള്ളൊരു ഖദർ കണ്ട് എടുക്കൽ ജായിസാണ്. വൽ ഉദൂലു മിനൽ അത്തിബ്ബാഇ, ഡോക്ടർമാരിൽപ്പെട്ട നീതിമാന്മാരായവർ, വിശ്വാസയോഗ്യരായവർ, ഖദ് ഹഖഖൂ, അവർ ബലപ്പെടുത്തിയിരിക്കുന്നു, ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. അൻ ലാ ലററ ബി അഖ്ദി ദമി, യാതൊരു പ്രയാസവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല രക്തമെടുക്കൽ കൊണ്ട്. മിൻ ഇൻസാനിൻ, ഒരു മനുഷ്യനിൽ നിന്ന്. സ്വഹീഹിൻ, ആരോഗ്യവാനായ മനുഷ്യനിൽ നിന്ന്. ബി ഖദിരിൻ മുഅയ്യനിൻ, ഒരു നിശ്ചിത ഖദർ, നിശ്ചിത കണക്കനുസരിച്ച് എടുക്കാമെന്ന്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വിദഗ്ധരായ ഡോക്ടർമാരെല്ലാം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. വലാ ബിഹിഖ്നിഹി ആഖറ, മറ്റൊരാൾക്ക് ഈ രക്തം കുത്തിവെക്കൽ കൊണ്ടും കുഴപ്പമില്ല. ഇൻദൽ തുറാരിഹി, മറ്റൊരാൾ അയാളുടെ അനിവാര്യ സാഹചര്യത്തിൽ അയാൾക്ക് കുത്തിവെക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. ബഅദൽ ഫഹ്സി താമി, പൂർണ്ണമായ ചെക്കപ്പിന് ശേഷം. ഫലൈസ ഫീഹി, അതിനാൽ ഈ പറഞ്ഞ കാര്യത്തിലില്ല. മുഖാത്തറത്തും ബിൻ നഫ്സി, ഒരാളുടെ ശരീരത്തെ അപകടപ്പെടുത്തലില്ല. വലാ തശ്വീഹുൻ, അതിനെ വിരൂപമാക്കലും ഇല്ല. രക്തമെടുത്തതുകൊണ്ട് ഒരാൾ സൗന്ദര്യം നഷ്ടപ്പെടുകയോ ശരീരം അപകടത്തിൽപ്പെടുകയോ വിരൂപമാകുകയോ ഇല്ല. അതിനാൽ ഫലൈസക്ക ഖത്ഇ ഉളവിൻ, ഒരു അവയവം മുറിച്ചെടുക്കുന്നത് പോലെയല്ല. കാരണം ഫഇന്നദ്ദമ, രക്തം ജുസ്ഉൻ യതദാറകുൽ ജിസ്മു, ശരീരം വീണ്ടെടുക്കുന്നതായ ഒരു ഭാഗമാണ്. ശരീരം ആ രക്തത്തെ വീണ്ടെടുക്കും. ബിൽ അഗ്ദിയത്തി, ഭക്ഷണത്തിലൂടെ വീണ്ടെടുക്കാൻ പറ്റിയതായ ഒരു ജുസ് ആണ്, ഭാഗമാണ്. ബി ഖിലാഫിൽ അഅ്ലാഇ, മറ്റ് അവയവങ്ങൾ അങ്ങനെയല്ല. കൈ മുറിക്കപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു പോയാൽ അത് അയാൾക്ക് പകരം ഉണ്ടാവുകയില്ല, ഭക്ഷണം കഴിച്ചാലും ഉണ്ടാവുകയില്ല. അതുപോലെയല്ല രക്തം. ബി ഖിലാഫിൽ അഅ്ലാഇ, മറ്റുള്ള അവയവങ്ങൾക്കെതിരായിട്ട്. മിസ്ലൽ യദി, കൈ പോലെ. വൽ ഐനി, കണ്ണുപോലെ. വൽ കുല്യത്തി, കിഡ്നി പോലെ. ഇത് പോയാൽ വേറൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാക്കാൻ പറ്റിയതല്ല. അതുകൊണ്ട് രക്തമെടുത്ത് മറ്റൊരാൾക്ക് കുത്തിവെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.